ഹലോ മക്കളെ, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന പാഠത്തിൻ്റെ പാർട്ട് 2 സെക്ഷനാണ് നോക്കാൻ പോണത്. നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒരു ചാപ്റ്റർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 എന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. പാർട്ട് 2 കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ പാർട്ട് 2 അതിൻ്റെ മുമ്പ് നമ്മൾ പാർട്ട് 1 ശരിക്കും മനസ്സിലാക്കി ബേസിക് ക്ലിയർ ആക്കിയിട്ട് മാത്രം പാർട്ട് 2 വരിക. ഇതിൽ നമ്മൾ പാർട്ട് 2 സെഷനിൽ നമ്മൾ ചെറിയ 3 ടോപ്പിക്കാണ് ക്ലിയർ ചെയ്യാൻ പോണത്. അഥവാ 2 ബോണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്ക്. നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മളൊരു ബോണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് ഒരു ബോണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലൂയി സിമ്പിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഒരു മോളിക്യൂൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 2 ആറ്റം കൂടിച്ചേരണം. ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റം എന്ന ഉണ്ട്, ലിഥിയം ആറ്റം ഉണ്ട്, ബെറിലിയം ആറ്റം ഉണ്ട്, ബോറോൺ ആറ്റം, ഇങ്ങനെ കുറേ ആറ്റംസ് ഉണ്ട്. ഇവ കൂടി ചേർന്നാൽ എന്തുണ്ടാവും? മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഈ ആറ്റംസ് കൂടി ചേരുന്നതിനാണ് മോളിക്യൂൾ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയാണ്, 2 ആറ്റംസ് കൂടി ചേരാൻ എന്ത് വേണം? മോളിക്യൂൾ വേണം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്, വേറെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്. ഇവ രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു H2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇത് കൂടിച്ചേരുകയാണെങ്കിൽ ഇവ 2 തരത്തിലുള്ള ബോണ്ട് ഉണ്ടായിട്ടാണ് കൂടിച്ചേരുക. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് അയോണിക് ബോണ്ട്, രണ്ടാമത്താണ് കൊവാലൻ്റ് ബോണ്ട്. ഈ 2 രീതിയിലാണ് ഇവർ ബോണ്ട് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഒരാളായിട്ട് റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് ഒരു ബന്ധം ഉണ്ടാവുക, ഒരു ബോണ്ട്, ഞാൻ തമ്മിൽ നല്ല ബോണ്ടാണെന്ന് പറയും. എന്ന പോലെ നമ്മൾ പറയുകയാണ്, 2 ആറ്റംസ് കൂടിച്ചേരുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അയോണിക് ബോണ്ട് എന്നുള്ള രീതിയിൽ കൂടിച്ചേരാം, അല്ലെങ്കിൽ എന്ത് വന്ന് കൂടിച്ചേരാം? കൊവാലൻ്റ് ബോണ്ടിൽ കൂടിച്ചേരാം. അപ്പോൾ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് H2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. കാർബണും ഓക്സിജൻ്റെ 2 മോളിക്യൂളും കൂടി ചേർന്നിട്ടാണ് CO2 എന്നൊരു മോളിക്യൂൾ, CO2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അതേപോലെ H2O എങ്ങനെ ഉണ്ടാവുന്നത് നമുക്കെങ്ങനെ പറയാൻ പറ്റുക? H2 എന്ന മോളിക്യൂളും ഓക്സിജൻ എന്ന ആറ്റും കൂടി ചേർന്നിട്ട് H2O എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒരു മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മോളിക്യൂൾ ഉണ്ടാവുന്ന കേസിൽ 2 തരത്തിലാണ് ഇവർക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുക. ഒന്നാമത്തെ റിലേഷൻ അഥവാ ഒന്നാമത്തെ ബോണ്ടിങ് ഉണ്ടാക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് അയോണിക് ബോണ്ട്. അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട രണ്ടാമത്തെ രീതിക്കാണ് കൊവാലൻ്റ് ബോണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആറ്റം മോളിക്യൂളായിട്ട് മാറണമെങ്കിൽ ഒന്നുകിൽ അയോണിക് ബോണ്ട് വഴി എന്താവാം? മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ കൊവാലൻ്റ് ബോണ്ട് വഴി മോളിക്യൂൾ ആവാം. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് അയോണിക് ബോണ്ട് എന്താണെന്നും കൊവാലൻ്റ് ബോണ്ട് എന്താണെന്നോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു H2 എന്ന് പറഞ്ഞ മോളിക്യൂള് ചിലപ്പം അയോണിക് ബോണ്ടായിട്ട് ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടായിട്ട് ഉണ്ടായതായിരിക്കും. അതെങ്ങനെയെന്നുള്ള നമ്മൾ പഠിക്കാൻ പോവാണ്. ഇപ്പോൾ H2O എന്ന് പറഞ്ഞിട്ടുള്ള H2ഉം ഓക്സിജനും കൂടി ചേർന്നിട്ട് ഒരു മോളിക്യൂൾ ഉണ്ടാവണില്ലേ? അത് ചിലപ്പോൾ അയോണിക് ബോണ്ടോ അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ പ്രപഞ്ചത്തിലുള്ള, നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള ഏത് മോളിക്യൂളും കൂടി ചേരുന്നത് ഒന്നുകിൽ അയോണിക് ബോണ്ട് ആയിട്ടുള്ള ബന്ധം വെച്ചിട്ടോ അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ട് എന്നുള്ള ബന്ധം വെച്ചിട്ടോ ആണ്. അങ്ങനെ 2 ടോപ്പിക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അടുത്ത ഇലക്ട്രോ വാലൻസ് എന്നൊരു ടോപ്പിക്കും ചെയ്യും. അപ്പോൾ നമുക്ക് അയോണിക് ബോണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, കോവാലൻ്റ് ബോണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിന് എക്സാമ്പിൾസും റിയാക്ഷൻസും പഠിക്കണം. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അയോണിക് ബോണ്ട്, കോവാലൻ്റ് ബോണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് റിയാക്ഷൻസ് ഒക്കെ എഴുതിയെടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അല്ലാതെ നിങ്ങൾ പകുതി വെച്ച് കാണുന്ന സമയത്ത് രണ്ടും കൺഫ്യൂഷനായി മാറും. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. ഇതിൽ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഡെഫിനീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നോട്ട് എഴുതിയെടുത്തിട്ട് തന്നെ, ഈ നോട്ട് അതേപോലെ ടോപ്പിക്ക് എഴുതിയെടുത്താൽ അത് ഡെഫിനേഷൻ അതേപോലെ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ടോട്ടൽ ഡെഫിനേഷൻ മൊത്തം എഴുതണമെന്നില്ല. ഇവിടെ ഡെഫിനേഷൻ നോക്കുക. വെൻ ബോണ്ട് ഈസ് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴിയാണ്. എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞത്? ഇവിടെ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞ ബോണ്ട് എപ്പോഴാണ് ഫോം ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആണ് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അയോണിക് ബോണ്ട് എന്ന്. അങ്ങനത്തെ ബോണ്ടുകൾക്കാണ് അയോണിക് ബോണ്ട് എന്ന് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ
സോഡിയവും ക്ലോറിനും ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനം ഉണ്ടാവുന്ന സാധനത്തിൻ്റെ പേരാണ് NaCl എന്ന് പറഞ്ഞിട്ടൊരു മോളിക്യൂൾ ഉണ്ടാവുകയാണ്. NaCl നിങ്ങൾ ഉപ്പ് പഠിച്ചിട്ടില്ലേ? NaClൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഉപ്പിൻ്റെ രാസനാമമാണ് NaCl, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കുക. ഇതിൽ അയോണിക് ബോണ്ട് വഴിയാണ് NaCl ഉണ്ടാവുന്നത്. ഉപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? NaCl വഴി. NaCl ഉണ്ടാവുന്നത് ഏത് വഴിയാണ്? അയോണിക് ബോണ്ട് വഴിയാണ്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ആ പോയിൻ്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതണം അയോണിക് ബോണ്ട് ഈസ് ദി ഫോംഡ് ഡ്യൂ ടു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ആ പോയിന്റ് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നോക്കുക, എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ NaCl എന്ന് പറഞ്ഞൊരു മോളിക്യൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ സോഡിയം എന്ന് പറഞ്ഞ Na എന്ന് പറഞ്ഞ സോഡിയം ഒരു ഇലക്ട്രോണിനെ ഈ ക്ലോറിന് കൊടുത്തിട്ടാണ് NaCl എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സോഡിയം എന്ന് പറഞ്ഞൊരു ആറ്റവും ക്ലോറിൻ പറഞ്ഞൊരു ആറ്റം കൂടി ചേരുന്ന സമയത്ത് സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? NaCl ഉണ്ടാവുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, ഈ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ മൊത്തം ക്ലോറിന് കൊടുത്തില്ലേ, അതുകൊണ്ടാണ് ഇത് അയോണിക് ബോണ്ട്. അപ്പോൾ NaClൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതാണ്? അയോണിക് ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾക്ക് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അയോണിക് ബോണ്ട് എന്താണെന്ന് മനസ്സിലായി. അതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അയോണിക് ബോണ്ടിന് എക്സാമ്പിളാണ് NaCl ഫോർമേഷൻ. അതേപോലത്തെ രണ്ടാമത്തെ എക്സാമ്പിളാണ് ഇതിൻ്റെ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് CaF2 ഫോർമേഷൻ. മൂന്നാമത്തെ റിയാക്ഷനാണ് Na2S ഫോർമേഷൻ. ഇതിലൊക്കെ ശ്രദ്ധിക്കുക. ഈ CaF2 ഫോം ചെയ്യണമെന്ന് നോക്കി നോക്കിയേ. Ca എന്ന കാൽഷ്യം എന്ന് പറഞ്ഞ ഒരു ആറ്റുണ്ട്, ഫ്ലൂറിൻ എന്ന് പറഞ്ഞ 2 ആറ്റുണ്ട്. ഇവരിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഈ കാൽഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും, ഈ കാൽഷ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഫ്ലോറിനൊരു ഇലക്ട്രോൺ കൊടുക്കും. അങ്ങനെയാണ് CaF2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്. അപ്പോൾ ഈ CaF2 ഫോർമേഷനിൽ എന്താ ഉണ്ടാവുന്നത്? അയോണിക് ബോണ്ട് ഫോർമേഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് Na2S. Na2Sൽ എന്താ പ്രത്യേകത? സോഡിയത്തിൻ്റെ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? സൾഫറിന് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? Na2S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണ്? അയോണിക് ബോണ്ട് ഫോർമേഷൻ ആണ്. അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്താണ്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. കംപ്ലീറ്റ് ട്രാൻസ്ഫർ, ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ മോളിക്യൂൾ ഉണ്ടാവുന്ന പ്രോസസ്സിൽ നമ്മൾ പറയുകയാണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളതും പഠിക്കാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ഇനി എന്തിനാണ് എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഒരു കാര്യം നിങ്ങളുടെ ഈ ഡെഫിനിഷൻ വായിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെൻ ബോണ്ട് ഈസ് ഫോംഡ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഇലക്ട്രോൺ. നോക്കിയാൽ അടിയിൽ നോക്കുക. ഫ്രം വൺ ആറ്റം ടു അനദർ ടു കംപ്ലീറ്റ് ദർ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അക്വയറിങ് 8 ഇലക്ട്രോൺ. 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആറ്റം എന്ത് ചെയ്യുക? ഇലക്ട്രോൺ വാങ്ങുകയോ സ്വീകരിക്കുകയോ ചെയ്യുക. ഇപ്പോൾ ഈ ക്ലോറിൻ എന്താണ് ചെയ്യുന്നത്? ക്ലോറിൻ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രോൺ വാങ്ങി. ഇവൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം. ഇവിടെ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇട്ട റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇത് എന്തിനാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ പറഞ്ഞു സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം ഇവിടെ ഉണ്ട്, ക്ലോറിൻ എന്ന് പറഞ്ഞിട്ടൊരു ആറ്റം ഇവിടെ ഉണ്ട്. ഈ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചിത്രം വരക്കലൊക്കെ കഴിഞ്ഞ പാർട്ട് 1 എന്ന വീഡിയോയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യാതെ ഈ പാർട്ട് 1 കാണാത്ത ആൾക്കാർ ഈ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനടിയിൽ കൊടുക്കാം. എന്നിട്ട് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാം. അതിൽ ഞാൻ സോഡിയൊക്കെ ശരിക്കും വരച്ച് ലൂയി സിമ്പിളൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. സോഡിയത്തിൻ്റെ കേസിൽ സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11. ഈ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 നമുക്ക് എവിടുന്നാണ് മനസ്സിലാവുക? പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ നമുക്ക് കിട്ടും സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ അവനക്ക് 11 ഇലക്ട്രോൺ അവൻ്റെ ഷെല്ലിലുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവനക്ക് ഷെല്ലിൽ ഇലക്ട്രോൺസ് കൊടുക്കുകയാണ്. ഇവനക്ക് എന്ത് ചെയ്തു? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പോവും? ബാക്കിയുള്ള ഇലക്ട്രോൺസ് രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവും. പക്ഷേ രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണേ പോവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺ കൊടുത്തു. 2, 4, 6,
എട്ട് ഇലക്ട്രോൺ കൊടുത്തു. ആദ്യത്തെ ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. ഏത് ആറ്റം എടുത്തോ അതിൻ്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടാവും. ബാക്കിയുള്ള ഇലക്ട്രോൺ എവിടെ ഇരിക്കും? മൂന്നാമത്തെ ഷെല്ലിലിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ ഇവിടെ 11 ആണ്. 11 ഇലക്ട്രോണിനെ നമ്മൾ വെക്കണം. ഇപ്പം നമ്മൾ 10 ഇലക്ട്രോൺ വെച്ചു. ഉള്ളിൽ 2 ഇലക്ട്രോൺ വെച്ചു, പുറത്ത് 8 ഇലക്ട്രോൺ വെച്ചു. ഇനി ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലേക്ക് പോകും. അടുത്ത ഷെല്ലിലേക്ക് ആ ഇലക്ട്രോൺ പോകും. ആ ഇലക്ട്രോൺ ഞാൻ ഒരു സൈഡിൽ വെച്ചു. ഓക്കെ, ഇവനക്ക് എത്ര ഇലക്ട്രോൺ ആയി? സോഡിയത്തിന് പുറത്തൊരു ഇലക്ട്രോൺ ആയി. അപ്പോൾ നമുക്ക് ഇവൻ്റെ ലൂയിസ് സിമ്പിൾ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? ലൂയിസ് സിമ്പിൾ, സോഡിയത്തിൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കുമ്പോൾ സോഡിയം എന്ന് എഴുതുക. അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ ആ 1 ഇലക്ട്രോൺ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് സോഡിയത്തിൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കുക. അങ്ങനെയാണ് ഈ ലൂയിസ് സിമ്പിൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അതിനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലൂയിസ് സിമ്പിൾ പഠിക്കണം, ആ പാർട്ട് 1 കണ്ടിട്ട് ലൂയിസ് സിമ്പിൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ലൂയിസ് സിമ്പിൾ ശരിക്കും വരക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം റിയാക്ഷൻ നോക്കുക. അപ്പോൾ സോഡിയത്തിൻ്റെ ലൂയിസ് സിമ്പിൾ ഞാൻ വരച്ചു, Na. അതാണ് ഈ റിയാക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സോഡിയത്തിൻ്റെ എന്ത് കിട്ടി? ലൂയിസ് സിമ്പിൾ വരക്കാൻ കിട്ടി. അപ്പോൾ സോഡിയത്തിന് നമ്മൾ വരച്ചു. ഓക്കെ ആണോ? സോഡിയത്തിന് നമ്മൾ വരച്ചു. ഇനി നമ്മൾ പറയുകയാണ് ക്ലോറിൻ്റെ അടുത്ത് സോഡിയം ക്ലോറിനും അല്ലേ കൂടിച്ചേരുന്നത്? Naയും Cl ആണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ എന്താണ് ലൂയിസ് സിമ്പിൾ വരക്കാൻ പോവാണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ 17ആണ്. 17ആണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ 17 ഇലക്ട്രോൺ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യണം? 17 ഇലക്ട്രോൺസ് ഇതിൽ കൊടുക്കുകയാണ്. ആദ്യം ഉള്ളത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ 2 കൊടുത്തു. ബാക്കി എത്ര? രണ്ടാമത് ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് പോവുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 8 ഇലക്ട്രോൺ കൊടുക്കുക. 4, 5, 6, 7, 8. അങ്ങനെ 8 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇനി 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ബാക്കി 7 ഇലക്ട്രോൺ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബാക്കി 7 ഇലക്ട്രോൺസ് കൊടുത്തു. അപ്പോൾ ഇവൻ്റെ ലൂയിസ് സിമ്പിൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇവൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കുമ്പോൾ എന്താ ചെയ്യുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നമ്മൾ എണ്ണി നോക്കും. അങ്ങനെയാണ് നമ്മൾ ലൂയിസ് സിമ്പിൾ നോക്കുക. അപ്പോൾ ഈ ക്ലോറിൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എണ്ണും. ഇവിടെ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് എന്ത് ചെയ്യുക? 7 കുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ഇവിടെ ഇവൻ്റെ ലൂയിസ് സിമ്പിളായി. അങ്ങനെ അതായി ലൂയിസ് സിമ്പിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ബ്രാക്കറ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആദ്യം 2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ 8 എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാം ഷെല്ലിൽ 7 ഇലക്ട്രോൺ 7 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് റിയാക്ഷനിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചിത്രത്തിലേക്ക് നോക്കുക. സോഡിയം ക്ലോറിൻ ഞാൻ വട്ടത്തിൽ വരച്ച ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുക. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോഡിയത്തിൻ്റെ പുറത്ത് എന്തുണ്ട്? 1 ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്. സോഡിയത്തിൻ്റെ പുറത്ത് 1 ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്. സോഡിയത്തിൻ്റെ പുറത്ത് 1 ഇലക്ട്രോൺ. ഇവൻ്റെ ക്ലോറിൻ്റെ പുറത്താണെങ്കിൽ 7 ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 എണ്ണം ഇരിക്കുന്നുണ്ട്. 7 എണ്ണം ഇവിടെ 1 ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് വേണ്ടത്. ഇവൻക്ക് 7 ഇലക്ട്രോൺ ഉണ്ട്. ഇവൻക്ക് അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടുത്തെ കേസ് അതാണ്. ഇവൻക്ക് 7 എണ്ണാണുള്ളത്. ഏതൊരു ആറ്റും ശ്രമിക്കുക അവൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവനക്ക് എന്താണ്? അവനക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്റ്റേബിളായ സ്ഥലത്തല്ലേ പോയിരിക്കുക. അതേപോലെ ഏതൊരു ആറ്റും അവൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാനാണ് ശ്രമിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന് ഇവൻ്റെ ക്ലോറിൻ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ക്ലോറിൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. 7 ഇലക്ട്രോൺ വരച്ചിട്ടുണ്ട്. 7 ഇലക്ട്രോൺ ഉണ്ട്. എണ്ണി നോക്കി 7 ഇലക്ട്രോൺ മനസ്സിലാവും. സോഡിയത്തിൻ്റെ ആണെങ്കിൽ 1 ഇലക്ട്രോൺ. നോക്കി സോഡിയത്തിൻ്റെ കേസിൽ ഈ സോഡിയത്തിൻ്റെ ഈ 1 ഇലക്ട്രോൺ ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലത്തെ എണ്ണി നോക്കിയേ, ഇത് എത്രണ്ണാണ്? ഇത് 8 എണ്ണം. അപ്പോൾ ഇവൻ ഒന്ന് പോയി കഴിഞ്ഞാൽ അവൻ്റെ പുറത്തത്തെ ഇത് എത്രണ്ണായി? 8 എണ്ണായില്ലേ? എപ്പോഴും എന്താണ് വേണ്ടത്? അവസാനത്തെ ആൾക്ക് 8 ഇലക്ട്രോൺ അല്ലേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സോഡിയത്തിൽ നിന്ന് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ തയ്യാറാവും. ഇവൻക്കാണ് എന്നുണ്ടെങ്കിൽ 7 എണ്ണം പുറത്തുണ്ട്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ 8 ആവും. അപ്പോൾ ഇവൻക്ക് ഒന്ന് ഇവിടുന്ന് കളഞ്ഞാൽ ഇവൻ്റെ ഔട്ട് 8 ആവും. ഇവൻക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ പുറത്ത് 8 ആവും. അപ്പോൾ രണ്ടാൾക്കും എന്താണ്? അതൊരു സ്റ്റെബിലിറ്റിക്ക് പോകാനുള്ള കൺസെപ്റ്റിക്ക് പോകും. സ്റ്റെബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് ഇവൻക്കൊരു ഇലക്ട്രോൺ, ക്ലോറിൻ ഇലക്ട്രോൺ കിട്ടാൻ വേണം, ഈ സോഡിയം ഇലക്ട്രോൺ പോവുക വേണം. നിങ്ങൾ ഇവിടുത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. സോഡിയത്തിന് ഈ ഒരു ഇലക്ട്രോണിനെ കളയണം. ഇവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ സോഡിയത്തിന് കളയണം. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ വാങ്ങുക വേണം.
അപ്പോൾ എന്തായി, ഇവനൊരു ഇലക്ട്രോൺ ഇവന് കൊടുക്കുകയാണ്, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇവൻ എന്ത് ചെയ്തു, മൊത്തമായിട്ട് ഇവന് ഇലക്ട്രോൺ കൊടുത്തു. ഈ ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം ഇവനായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ബോണ്ടിലാണ് ഇവർ കൊടുക്കുക. ഈ ബോണ്ടിന് പറഞ്ഞ പേരാണ് അയോണിക് ബോണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ ബോണ്ടും. അവസാനത്തെ CF2ൻ്റെ കേസും Na2S2ൻ്റെ കേസും നിങ്ങൾ എന്ത് ഇതേപോലെ ചിത്രം വരച്ചിട്ട് നോക്കി നോക്കുക. ഒരു ഇലക്ട്രോൺ ഇവന് കൊടുക്കും, ഒരു ഇലക്ട്രോൺ ഇവന് കൊടുക്കും. ഇതേപോലെ തന്നെ സോഡിയത്തിന് ഇവിടെയും തന്നെ ഒരു ഇലക്ട്രോൺ ഇവനും കൊണ്ട് കൊടുക്കും, ഒരു ഇലക്ട്രോൺ ഇവനും കൊണ്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താവും, ഇവർക്ക് രണ്ടാവും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടും. അപ്പോൾ ഈ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ശരിക്കും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻക്ക് 8 ഇലക്ട്രോൺ ഇവിടെ വന്ന് ഇവൻക്ക് 8ആയി, രണ്ടാളും സ്റ്റേബിളായി. അപ്പോൾ NAയും CLും കൂടി ചേർന്നിട്ട് NaCl ആയി. NaCl ആവണ ഈ ഒരു പ്രോസസ്സാണ് ഏത് വഴിയാണ് ഉണ്ടാവുന്നത്, അയോണിക് ബോണ്ട് ഫോർമേഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ഇവർ തമ്മിലുള്ള NaCl ബോണ്ട് ഏതാണ്, അയോണിക് ബോണ്ടാണ്. CF2 ഉള്ള ബോണ്ട് ഏതാണ്, അയോണിക് ബോണ്ടാണ്. Na2S ഉള്ള ബോണ്ട് ഏതാണ്, അയോണിക് ബോണ്ടാണ്. അപ്പോൾ ഇതാണ് അയോണിക് ബോണ്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഈ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്താൽ ഇവൻക്കും സ്റ്റേബിളായി അവനും സ്റ്റേബിളായി. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ബാക്ക് അടിച്ച് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ കാര്യം മനസ്സിലാക്കുക, ബേസിക് കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻസിനും കാര്യങ്ങളും ഈ കാര്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ മനസ്സിലാക്കുക, അയോണിക് ബോണ്ട് ഫോർമേഷൻ, കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ബോണ്ട് ഫോർമേഷൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കോവാലൻ്റ് ബോണ്ട് എന്താണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടോപ്പിക് കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അയോണിക് ബോണ്ടിൽ നിന്ന് വ്യത്യാസമുള്ള ബോണ്ടാണ് കോവാലൻ്റ് ബോണ്ട്. നമ്മൾ അയോണിക് ബോണ്ടിൽ എന്താ പറഞ്ഞത്, ഒരു ഇലക്ട്രോൺ ഫുള്ളായിട്ട് കൊടുക്കണ ബോണ്ട് ഫോർമേഷനെയാണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയാം. പക്ഷേ ഇൻ കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ അതിലുള്ളത് പറയുന്നത് ശ്രദ്ധിക്കുക, ഇൻ ബോണ്ട് ഫോംഡ് ഡ്യൂ ടു, നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ ഡെഫിനിഷൻ കറക്റ്റ് വായിക്കണം. ദി ബോണ്ട് ഫോംഡ് ഡ്യൂ ടു മ്യൂച്വൽ ഷെയറിങ്, ആ വേർഡാണ് നമുക്ക് വേണ്ടത്, മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. അവിടെ എന്തായിരുന്നു പറഞ്ഞത്, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ എന്താണ്, മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണില്ല, മ്യൂച്വൽ ഷെയറിങ് ആണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ റിയാക്ഷൻ വെച്ചിട്ട് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, ശരിക്കും ശ്രദ്ധിക്കണം. കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ദ ബോണ്ട് ഫോംഡ് ഡ്യൂ ടു ദി മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. മ്യൂച്വൽ ഷെയറിങ്, അവർ തമ്മിലുള്ള ഷെയറിങ് വഴിയാണ് ഇവിടെ കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇതിന് എക്സാമ്പിളുകളായിട്ട് നമുക്ക് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 റിയാക്ഷൻ ഉണ്ട്, 1, 2, 3, 4 റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 റിയാക്ഷൻസ് ആണ്. എൻട്രൻസ് എക്സാമിനേഷനുകളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഈ NH3ൻ്റെ ഒക്കെ റിയാക്ഷൻസ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ഒക്കെ അതിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളുകൾ റിയാക്ഷനിൽ പറഞ്ഞത് ഫസ്റ്റ് എന്താണ്, ഒന്നാമത്തെ നോക്കിയേ, ക്ലോറിനും കൂടി ചേർന്നിട്ട് Cl2 എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു മോളിക്യൂൾ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. പിന്നെന്താണ്, ഓക്സിജൻ, 2 ഓക്സിജൻ കൂടി ചേർന്നിട്ട് O2 ഉണ്ടാവുന്നു. 2 നൈട്രജൻ കൂടി ചേർന്നിട്ട് N2 എന്ന മോളിക്യൂൾ ഉണ്ടാവുന്നു. ഇവിടെ 3 ഹൈഡ്രജനും 1 നൈട്രജനും കൂടി ചേർന്നിട്ട് NH3 എന്ന മോളിക്യൂൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് കാര്യം എന്താണ്, എല്ലാത്തിലും നോക്കിയേ, എല്ലാത്തിലും നമ്മൾ വരച്ചത് ലൂയി സിമ്പലുകളാണ് അല്ലേ. ക്ലോറിൻ്റെ ലൂയി സിമ്പിളാണ് വരച്ചിട്ടുള്ളത്, ഓക്സിജൻ്റെ ലൂയി സിമ്പിളാണ് വരച്ചിട്ടുള്ളത്, നൈട്രജൻ്റെ ലൂയി സിമ്പിളാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1ത്തെ വീഡിയോയിൽ ലൂയി സിമ്പിൾ കറക്റ്റായി പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ കറക്റ്റ് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് ഇനിയുള്ള സെഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും അറിഞ്ഞാൽ മാത്രം അടുത്ത സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ VACPR തിയറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ തിയറികൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കി റിയാക്ഷൻ പഠിക്കുക. ഞാൻ ഇതിൻ്റെ റിയാക്ഷൻ്റെ കാര്യം അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. നോക്കിയാൽ ഈ റിയാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ വൃത്തിക്ക് പറയാൻ പോവാണ്. Cl2 ഒരു ക്ലോറിൻ, ഒരു ക്ലോറിനോട് കൂടിച്ചേരാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ ഒരു ക്ലോറിൻ ഇവിടെ ഉണ്ട്, പിന്നെ എന്ത് ചെയ്യണം, മറ്റൊപ്പുറത്ത് വേറൊരു ക്ലോറിൻ ഉണ്ട്. ഈ 2 ക്ലോറിനും കൂടെ കൂടി ചേർന്നിട്ട് Cl2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുക. ഈ ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റും ഈ ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുക, Cl2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവാൻ പോവാണ്.
അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കാൻ അറിയണം. ക്ലോറിൻ്റെ ലൂയിസ് സിമ്പിൾ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ എന്തിലുണ്ട് അയോണിക് ബോണ്ടിൻ്റെ കേസിൽ പറഞ്ഞു. ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞുതരാം. ക്ലോറിൻ്റെ അയോണിക് ബോണ്ട് വരക്കണ കേസിൽ പറഞ്ഞ അതേ സംഭവം തന്നെ ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. ക്ലോറിൻ്റെ എന്തുണ്ട് ലൂയിസ് സിമ്പിൾ വരക്കുന്ന പോലെ ആവശ്യമുണ്ട്. ഇലക്ട്രോൺ ഫോർമേഷൻ ഞാൻ പറഞ്ഞു തരികയാണ്. ഇവിടെ എന്തുണ്ട് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ എന്തുണ്ടാവും ഇതിൽ 17 ഇലക്ട്രോൺ ഉണ്ടാവും. 17 ഇലക്ട്രോൺ ഉണ്ടാവുമ്പോൾ നമ്മളെ ഷെല്ലുകൾ എന്തുണ്ടാവും 17 ഇലക്ട്രോൺ വെച്ചിട്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ എന്ത് ചെയ്തു 2 ഇലക്ട്രോൺ ഇരിക്കും. എപ്പോഴും ആദ്യ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക 2 ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പോൾ ആദ്യം 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കുക രണ്ടാമത്തെ ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺ ആയിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എപ്പോഴും എന്ത് ചെയ്തു 8 ഇലക്ട്രോൺ പോയിരുന്നു. അപ്പോൾ ഇതിലും 8 ഇലക്ട്രോൺ ആയി. ബാക്കിന് എത്ര ഇലക്ട്രോൺ ഉണ്ട് ബാക്കി 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ 7 ഇലക്ട്രോൺ എന്ത് ചെയ്യും ബാക്കിയുള്ള ഷെല്ലിൽ പോയിരിക്കും. അടുത്ത ഷെല്ലിൽ എന്ത് ചെയ്തു 7 ഇലക്ട്രോൺ പോയിരുന്നു. അപ്പോൾ ഇവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി 7 ഇലക്ട്രോൺ ആയി. ഇതേ കേസ് തന്നെ അവൻ്റെയിലും ഇതേ കേസ് തന്നെ അടുത്ത CL 2 CL ആണ് കൂടിച്ചേരുന്നത്. ഇവനും CL ആണ് മറ്റവനും CL ആണ്. അപ്പോൾ നമ്മൾ 2 ക്ലോറിൻ്റെ എന്ത് ചെയ്തു ലൂയിസ് സിമ്പിൾ വരച്ച് കംപ്ലീറ്റ് ആയി. Cl2 ഫോർമേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ക്ലോറിനും ഈ ക്ലോറിൻ്റെ രണ്ട് ഭാഗത്തും വരച്ചിട്ടുണ്ട്. ഇത് വരച്ച് കഴിഞ്ഞു. നമ്മളെന്ന് പറയുകയാണ് ഇതിൻ്റെ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോഷനിൽ നോക്കിയതാ 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഔട്ടർ മോഷനിൽ ലൂയിസ് സിമ്പിൾ ഒന്ന് എണ്ണി നോക്കുക 7 ഡോട്ട് ഉണ്ടാവും. അവസാനം 7 ഇലക്ട്രോൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 7 ഇലക്ട്രോൺ കാണും. അപ്പോൾ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇവൻക്ക് 7 ഇലക്ട്രോൺ ഉണ്ട് ഇവൻക്ക് 7 ഇലക്ട്രോൺ ഉണ്ട്. ഏത് ആറ്റം എന്താണ് ശ്രദ്ധിക്കുക അവൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ ആക്കാനാണ് ശ്രദ്ധിക്കുക. ഏത് ആറ്റാണെങ്കിലും അവനക്ക് എന്ത് ചെയ്യാണ് 8 ഇലക്ട്രോൺ അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആക്കാനാണ് ശ്രദ്ധിക്കുക. അത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാൻ അഥവാ അതിന് പറയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയും. എന്തിനു പറയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കുക. OCTATE ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കുന്നതിനാണ് നമ്മൾ 8 ഇലക്ട്രോൺ ആവുക എന്ന് പറയാം. അപ്പോൾ ഇവൻക്ക് 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ഇവൻ ശ്രദ്ധിക്കും. ഇവൻക്ക് 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ഇവൻ ശ്രദ്ധിക്കും. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ ഇവൻക്കും ഇവിടെ ഔട്ടർ മോസ്റ്റിൽ 7 ഉള്ളത് ഇവൻക്കും 7 ഉള്ളത്. ഇനി ഇവൻ എന്ത് ചെയ്യാണ് ഇവൻക്ക് 1 കൊടുത്താൽ ഇവൻ്റെ 6 ആവും ഇവൻക്ക് 8 പക്ഷേ ഇവൻക്ക് 1 കുറയാണ് ചെയ്യുക. അതും കൊടുക്കൽ നടക്കില്ല. ഇനി വിചാരിക്കുകയാണെന്നാൽ ഇവൻ്റെ ഒരു ഇലക്ട്രോൺ ഇവന് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ എന്താവും അത് 6 മാറും ഇവൻക്ക് 8 ഇവൻക്ക് 8 കിട്ടിയെങ്കിലും ഇവൻ പിന്നെയും സ്റ്റേബിൾ അല്ല. ഇവൻ സ്റ്റേബിൾ അല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഓൻ്റെ ഉപകാരം നോക്കിയിട്ട് ഒരാൾ കൊടുക്കുമോ ഇല്ല. ഇവനക്ക് നഷ്ടമാണെങ്കിൽ നമ്മളൊരാൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് നഷ്ടമാണ് നമ്മളൊരു കാര്യം വേറെ ആൾക്ക് ചെയ്യൂല. സ്വാഭാവികം അതേപോലെ തന്നെ ആറ്റംസിൻ്റെ കേസും. ഇപ്പോൾ ഇവരെന്ത് ചെയ്യും എന്നറിയോ ഇവൻ്റെ ഒരു ഇലക്ട്രോണെ ഷെയർ ചെയ്യും. ഇവൻ്റെ ഒരു ഇലക്ട്രോണും ഇവൻ്റെ ഒരു ഇലക്ട്രോണുകളും തമ്മിൽ ഷെയർ ചെയ്യും. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കണ്ട ഷെയർ ചെയ്ത് നിൽക്കണത്. ഇതാ ഇവിടെ ഈ റിയാക്ഷൻ്റെ ചിത്രത്തിൽ ഇതാ ഇവർ ഷെയർ ചെയ്ത് നിൽക്കണത്. അടുത്ത ഓക്സിജൻ്റെ കേസിൽ ഇതാ ഇവർ തമ്മിൽ ഷെയർ ചെയ്ത് നിൽക്കണം. നൈട്രജൻ്റെ കേസിൽ ഇതാ ഇവർ തമ്മിൽ ഷെയർ ചെയ്ത് നിൽക്കണം. നടുവിൽ ഇതാ ഇവർ തമ്മിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ ഷെയറിങ് നടക്കും. ഇങ്ങനെ ഷെയറിങ് വഴി ഈ ക്ലോറിനും എന്തുണ്ടാവും Cl2 ഇങ്ങനെ ഷെയറിങ് എന്ന് പറഞ്ഞ ബോണ്ട് ഉണ്ടാവും. ഷെയറിങ് വഴി ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് Cl2 ഉണ്ടാവും. ആ ബോണ്ട് ഫോർമേഷനെ പറഞ്ഞ പേരാണ് കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയി നടക്കണില്ല. ഇവർ തമ്മിൽ എന്താണ് ഒരു ഷെയറിങ് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഷെയറിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിന് പറഞ്ഞ പേരാണ് കോവാലൻ്റ് ബോണ്ട്. മ്യൂച്വൽ ഷെയറിങ് വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് കോവാലൻ്റ് ബോണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയി ഇലക്ട്രോൺ അവനക്ക് കൊടുക്കുന്നുണ്ടോ അവൻ്റെ ഇലക്ട്രോൺ ഇവിടെ വാങ്ങുന്നുണ്ടോ ഇല്ല. ഇവരെന്ത് ചെയ്യണം ഒരു കുറച്ച് അടുത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ചിത്രത്തിലൊക്കെ നോക്കിയാൽ ഇവർ കുറച്ച് അടുത്തേക്ക് നിൽക്കുന്ന സമയത്ത് എന്താണ് ഓരോന്നിൽ എന്താണ് ഇലക്ട്രോൺ ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനത്തെ റിയാക്ഷൻ പറഞ്ഞ പേരാണ് കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ Cl2 ഉണ്ടാവുന്നത് കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ വഴിയാണ്. ഇവിടെ ഉണ്ടാവുന്നത് സിംഗിൾ ബോണ്ട്. അവർ തമ്മിൽ ഇടയിൽ എന്താണ് സിംഗിൾ ബോണ്ട്. അതും കൂടെ ശ്രദ്ധിക്കുക. ക്ലോറിനും തമ്മിൽ ഒറ്റ ലൈനാണ്. അതുകൊണ്ട് സിംഗിൾ ബോണ്ട് എന്ന് പറയും. രണ്ടാമത്തെ കേസ് നോക്കിയേ ഇവർ തമ്മിലുള്ള കേസ് നോക്കിയേ ഓക്സിജൻ്റെ കേസ് നോക്കിയേ ഓക്സിജനും തമ്മിൽ എന്താണ് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഡബിൾ ബോണ്ട് നടുവിൽ 2 വര കണ്ടില്ലേ. അങ്ങനെയാണെങ്കിൽ അടിയത്തെ നൈട്രജൻ്റെ കേസ് എങ്ങനെ പറയാം നൈട്രജൻ ഇവർ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. നൈട്രജനും തമ്മിൽ എന്താണ് ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ട് ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ട് ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഇവ ഉണ്ടാവുന്നത് സിംഗിൾ ബോണ്ട് ഫോർമേഷൻ ആണ്. അടിയിൽ ഓക്സിജൻ ഉണ്ടാവുന്നത് ഡബിൾ ബോണ്ട് ഫോർമേഷൻ ആണ്. നൈട്രജൻ ഉണ്ടാവുന്നത് ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഓക്സിജൻ്റെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്സിജൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 4 ഷെയർ ചെയ്യേണ്ടി വരും.
എന്നാലാണ് ഇവർക്ക് 8 കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഈ 8 കംപ്ലീറ്റ് ആക്കുന്നത് നിങ്ങൾ ഈ സർക്കിളിലൊന്ന് ശരിക്കും നോക്കി നോക്കിയാൽ ഈ ഒറ്റ സർക്കിൾ തന്നെ നോക്കി 8 ആയിരിക്കും. അങ്ങനെ 8 ആക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ഷെയർ ചെയ്യുക. അത് പറഞ്ഞാൽ അയോണിക് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ അത് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിതിന് ശേഷം ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ ടോപ്പിക്ക് ബേസിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുണ്ടാവും, അപ്പോൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, കോവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ എന്താണ്? അതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് വഴി ഉണ്ടാക്കുന്ന ബോണ്ടാണ് ആണ് പഠിക്കുക. 2 റിയാക്ഷൻസ് എഴുതാൻ പഠിക്കുക. ഇതിൻ്റെ എക്സാമ്പിളുകൾ Cl2 O2 N2 NH3 പഠിക്കുക. ഈ റിയാക്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് പഠിച്ചിട്ട് Cl2 ഉണ്ടാവേണ്ടതൊന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഇതിൽ നമ്മളെ അയോണിക് ബോണ്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ആക്കി. അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്നുള്ളത് ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയി. കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത് കംപ്ലീറ്റ് ആയി. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ നോട്ടിൽ എഴുതി വെക്കണം. അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത് നോട്ട് എഴുതിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയറിങ്. അപ്പോൾ 2 ഷെയറിങ് എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്. അപ്പോൾ നമുക്ക് ഷെയറിങ് ആണെന്നുള്ളതും 2 മനസ്സിലാവും. ആ 2 കാര്യങ്ങൾ കിട്ടി. നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകാൻ ബേസിക് ആയിട്ടുള്ള അടുത്തൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് അടുത്ത പ്രോബ്ലംസും കാര്യങ്ങളിലായിട്ട് നമ്മൾ വരും. അപ്പോൾ ഇലക്ട്രോ കൊവാലൻസി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ നമ്മൾ പറയാൻ പോവാണ്. ഇലക്ട്രോ കൊവാലൻസി ശരിക്കും കേൾക്കണം. ഇലക്ട്രോ കൊവാലൻസി എന്ന് പറഞ്ഞ കാര്യം, ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ കറക്റ്റ് പഠിക്കണം. ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്പറിനാണ് ഇലക്ട്രോ വാലൻസി എന്ന് പറയുക. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കുക, ടോപ്പിക് വായിക്കുക. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ഓർ ഗെയിൻഡ് ഡ്യൂറിങ് ഫോർമേഷൻ ഓഫ് ഇലക്ട്രോ വാലൻ്റ് ലിങ്കേജ്. നമ്മൾക്കിപ്പോൾ 2 ലിങ്കേജ് പഠിച്ച്, അഥവാ ബോണ്ട് ഫോർമേഷൻ പഠിച്ച്, ലിങ്കേജ് ലിങ്കിങ് പഠിച്ച്, ബോണ്ട് ഉണ്ടാവുന്നത് പഠിച്ച്. ഒന്നെന്താണ്, അയോണിക് ബോണ്ട് വെച്ചുണ്ടാവാം, അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ട് വെച്ചുണ്ടാവാം. ഇവിടെ നോക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ഓർ ഗെയിൻ, അഥവാ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതാണ് നഷ്ടപ്പെടുക. ഗെയിൻ എന്ന് പറഞ്ഞാൽ കിട്ടുക, ഗെയിൻഡ് കിട്ടൽ വഴിയോ കൊടുക്കൽ വഴിയോ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഇലക്ട്രോ വാലൻസി. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് NaCl കേസ് നമുക്ക് പറഞ്ഞുതരാം. NaCl നമ്മൾ ചർച്ച ചെയ്താണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. NaCl എന്ന് പറയുമ്പോൾ N-ൻ്റെ ഒരു ഇലക്ട്രോൺ ഇവന് കൊടുക്കുകയാണ്. ആർക്ക് കൊടുക്കുക, ക്ലോറിന് കൊടുക്കുകയാണ്. അപ്പോൾ സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, നഷ്ടമാവുമല്ലേ. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടമാവുകയാണ്. അപ്പോൾ ഇവൻ്റെ വാലൻസി എത്ര, ഇലക്ട്രോ വാലൻസി എത്ര, ഇവൻ്റെ ഇലക്ട്രോ വാലൻസി ഈക്വൽ ടു 1. ഒരു ഇലക്ട്രോൺ നമുക്ക് നഷ്ടമായത് കൊണ്ടാണ് ഇലക്ട്രോ വാലൻസി 1 എന്ന് പറയാൻ. ഇവൻ്റെ കേസും അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കി, ഇവനക്ക് എന്താണ്, ഒരു ഇലക്ട്രോൺ കിട്ടുകയാണ്. ഒരു ഇലക്ട്രോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വാലൻസി എത്ര, ഇലക്ട്രോ വാലൻസി ഈക്വൽ ടു 1. 2 ഇലക്ട്രോ വാലൻസി 1 ആണ്. അപ്പോൾ ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് എത്ര ഇലക്ട്രോണാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണാണ് കൊടുക്കുന്നത്. എന്താണ്, ഒരു ഇലക്ട്രോൺ എത്രണ്ണാണോ അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സോഡിയത്തിന് ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ വാലൻസി പറഞ്ഞാൽ 1 ആണ്, 1 ആണ് കൊടുക്കുന്നത്. ഇവർക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വാലൻസി 1 ആണ്. ഇനി നമ്മൾ പറയുകയാണ് ഇവ 2 കൊടുക്കണമെങ്കിലോ, 2 ഇലക്ട്രോണാണ് കൊടുക്കുന്നത്, 2 കിട്ടുന്നുണ്ടെങ്കിലോ ഇവൻ്റെ ഇലക്ട്രോൺ വാലൻസി എന്നുള്ള 2 ആവും. ഇതിന് ശേഷം 3 കൊടുക്കണമെങ്കിലോ 3 ആവും. അങ്ങനെ പറയാൻ പറ്റും. ഇത്ര സിമ്പിളായൊരു കാര്യമാണ്. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ഓർ ഗെയിൻഡ്, അതാണ് പഠിക്കേണ്ടത്. ഒരു ഇലക്ട്രോണ് നഷ്ടമാവണ എണ്ണത്തിനോ അല്ലെങ്കിൽ കിട്ടുന്ന എണ്ണത്തിനെയാണ് ഇലക്ട്രോ വാലൻസി എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോ വാലൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അടുത്ത പാർട്ട് 3 ഞാനിതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അയോണിക് ബോണ്ട് ഫോർമേഷനും കോവാലൻ്റ് ബോണ്ട് ഫോർമേഷനും ഇലക്ട്രോ വാലൻസി എന്താണെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോ വാലൻസി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ആറ്റം എടുത്തതിന് ശേഷം അതിൻ്റെ ഇലക്ട്രോ വാലൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ NaCl കഴിഞ്ഞിട്ട് അവിടെ CaF2 പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോ വാലൻസി ഒന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് വൃത്തിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളിത് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങാനും അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.